പുളിയാ? ആളുണ്ട്. പുളിന്റെ മരത്തിലേ ഭയങ്കര പുളി. എന്താ കുഞ്ഞാപ്പൂച്ചി പുളിന്റെ ഇല ഒന്നിന് നല്ല രസമുണ്ട് പുളിക്കുമ്പോ. അത് ശരി. വാറ്റി നോക്കി കുടിക്കണ്ട. തിന്നണ്ട. അലർജി തിന്നോ? എനിക്കൊക്കെ കണക്കന്നെ. പാട്ടൊക്കെ മീൻ പിടിക്കാന്? ഞാനില്ല. മീൻ ഉണ്ടാ? വെള്ളത്തോണി വെള്ളക്കൊപ്പായിട്ട് വന്നിട്ട് ചല ഒഴിച്ചിട്ടല്ലേ? അങ്ങനെ തന്നെയാണ് വിചാരിച്ചോ? ഉമ്മ എപ്പോഴും പറയൂ ഇത് ഫുള്ള് പവറായിട്ട് നടക്കും, ഒരു പണിക്കും പോവില്ല. അതിന്റെ BJP സാധനമാണ് അവന്റെ വിചാരം. കച്ചിയിൽ പൈസ വെച്ചിട്ട് പോകും. എന്റെ കുപ്പായത്തിന്റെ കീസയില് എത്ര കൂടി എടുക്കാണ്ടാവൂല. അങ്ങനെ പറഞ്ഞ അങ്ങനെ വിചാരിക്കണമല്ല. അമ്മ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്നാ ഒരു പണിക്കും പോകും. പൈസ ഇല്ലാതെ നല്ലപോലെ നടക്കുക. ജനമാതിരി പുള്ളിത്തുണിയും കീറിയ തർട്ടുമല്ല. പുള്ളിത്തുണി തീർത്താലും ആരെയും തിന്നാൻ തരിക. കുടുംബത്തിൽ പോയിക്കൊന്നും തരും. അത് വേണ്ട, എനിക്കത് വേണ്ടോ? വേണ്ട വേണ്ട. എല്ലാ ഉമ്മ ഉണ്ടടാ? ഇമ്മ പോയടാ, രാവിലെ പോയതാണ്. എവിടക്ക് പോയി? വല്യമാന്റെ പേര് ചോദിക്കാണ്ട്. എന്തിന്? എന്തൊക്കെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പേരൊക്കെ. വോട്ട് ലിസ്റ്റില് മനസ്സിലായി. അതിന് ചേർക്കാൻ വേണ്ടി പോയിക്കാണ്. വല്യമാന്റെ പേര് കൊണ്ടുവരാൻ വേണ്ടിട്ട്. പേരപ്പോ അറിയില്ലേ? വല്യമാനെ കുഞ്ഞാത്തൂന്ന് വിളിക്കും. പക്ഷെ കുഞ്ഞാത്തല്ല എത്ര പേര്, വേറെന്താ പേര്. ഉമ്മ ചെറുപ്പത്തില് ഉമ്മ കല്യാണം കഴിച്ചപ്പോ കുഞ്ഞാത്തൂന്ന് അത്ര വിളിച്ചിരുന്നത്. അത് അങ്ങനെ പേരില്ല. അപ്പൊ ആ പേരെന്താ വെച്ചപ്പോ അനക്കെന്താ വല്യപ്പനും മെച്ചു പോയില്ലേ, പേരിട്ടാലാണ്. അതൊക്കെ ശരിയാണ്. അപ്പൊ വല്യാപ്പാന് പേര് വെക്കാണ്ട് രാവിലെ പോയതാണ്. ഇമ്മ എന്തായാലും പോയല്ലേ വെച്ചിട്ടേ ചോറൊക്കെ വെച്ചിട്ട് ഉമ്മ വരുവോ. എനിക്ക് രാവിലെ പുട്ടൊക്കെ വെച്ചിരുന്നു. 2 നേരം ഞാൻ തിന്നോട് പറഞ്ഞു. വയറ് വെറുതെ പുറത്ത് 2 നേരമല്ല 4 നേരം നിന്നിട്ടുണ്ടാവും അല്ലേ? കൊറേ തിന്നോക്കി. അപ്പൊ ഒരായിട്ടാണ് ഈ പുളിന്റെ ഇല വന്നു. പുളിന്റെ ഇല നല്ല രസമുണ്ട്. അപ്പൊ അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉമ്മ അതിന് നടക്കുകയാണ്. എന്നിട്ട് അപ്പൊ ഉമ്മാനെ കാണാല്ലേ കൊറേ നേരം. ഇനി വരാതിരിക്കോ? എന്തെങ്കിലും കുടുങ്ങിയെന്ന്. രാത്രിക്കുള്ള ചോറ് അവിടെ കാത്തിക്കണല്ലേ കൊണ്ടുവരാടാ. ഇന്നിപ്പോ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ എവിടേക്കും പോകൂട്ടാ. ഉച്ചനേരത്തെ പോകുള്ളൂ. മോശമല്ലേ രാവിലെ തന്നെ പോയിട്ട് അവിടെ ഇരിക്കാന്. ഉച്ചനേരത്ത് പോയി നിങ്ങൾ ചോറൊന്നും ചെയ്യാ, 4 മണിക്ക് ചായയും കുടിക്കും ചെയ്യാ, അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയും ചെയ്യാ, നിങ്ങൾ കൊണ്ടുവരും ചെയ്യാലോ. ഇപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. നല്ല പഠിപ്പാണ്. എല്ലാ കുടുംബത്തിലും ഞങ്ങൾ അങ്ങനെ പോകും. അത് നല്ല പഠിപ്പാണ്. രാവിലെ തന്നെ പോയിട്ട് അവിടെ ഇരിക്കില്ല. തിന്നണ നേരത്ത് പോവും, ഉള്ളതായിട്ട് വരും അല്ലേ? മുള്ളോണ്ട് തിന്നിട്ട് വരൂലേ. പിന്നെ പറഞ്ഞു പോകണ്ടല്ലോ. അപ്പൊ ഉമ്മാനെ കാണുമ്പോ ഒരു എന്തെങ്കിലും മുട പൊരിച്ചതും കുഞ്ഞാപ്പോടുണ്ട് കണ്ടു കൊടുത്തേക്കും അല്ലേ? ചക്കരക്ക് ഇമ്മ നല്ല പറയാ, പെരയിലൊന്നും വെച്ചിട്ടില്ല, ചക്കരക്ക് എനിക്ക് ചെന്നിട്ട് എന്തെങ്കിലും വെക്കണം എന്ന് പറയും. അപ്പൊ ഒരു അറിയും എന്നാ ഇവിടെ കൊണ്ടുപോയിക്കോളി അറിയും. അപ്പൊ ഞങ്ങൾക്ക് ആവും ചെയ്യും. ഉമ്മാനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമതിയാണ് ഉമ്മ. അത് മനസ്സിലാവല്ലോ. എനിക്കറിയില്ല. അല്ല എനിക്കറിയൊക്കെ എനിക്കറിയാ. അല്ലടാ അന്റെ വന്നിട്ടില്ല ആൾക്കാര് ഹോട്ടലിന്റെ? വലിയ വന്നിട്ടില്ല. ഇവിടെ വന്നാ? ഇവിടെ വരുമ്പത്തിന് അമ്മ പോയിക്കണത്. എന്നാ പെട്ടെന്ന് വരും. എന്നാ വരാന്ന് പറയാൻ പറ്റില്ല. പറ്റൂലല്ലേ? ചിലപ്പോ ഞാൻ ചെയ്യാൻ പോകും. ഞാന് പ്രായമായിട്ടില്ലല്ലോ. എനിക്ക് പ്രായമായിട്ടില്ല. എന്നാലും വോട്ട് ലിസ്റ്റില് പേരുണ്ടോ ഈ കള? അങ്ങനെ പ്രായമായിരിക്കല്ലേ വോട്ട്? കല്യാണം കഴിഞ്ഞിരിക്കല്ലേ വോട്ട്? അതെ, എന്തായാലും കല്യാണം കഴിഞ്ഞവർക്ക് വോട്ടുണ്ട്. ഉമ്മ അതൊക്കെ പ്രായമായിട്ടില്ല കല്യാണം കഴിക്കാന്ന് പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞതൊക്കെ പ്രായമായിട്ടില്ല. എന്തായാലും നോക്കിക്കാളെ, എവിടേക്കും പോകണ്ട, അവിടെ തന്നെ നിന്നോ. അല്ല എവിടേക്കും കറങ്ങണ്ട പറയാ. അമ്മാനോടും പറഞ്ഞോളെ. അതിനിപ്പൊ കറങ്ങണമെന്നില്ലല്ലേ? ഇല്ലല്ലേ? എന്നാ ഞാനുണ്ട് നീങ്ങിയാലോ? നീങ്ങി ഇരിക്കാൻ എന്താ ചെയ്തോ. എന്നാ പൊളിനാലോ.